നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധം ഇരമ്പി. ആരോപണം ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച്. രാഹുലും പ്രിയങ്കയും അഖിലേഷും ഉൾപ്പെടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് 300ഓളം എംപിമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനുള്ള നീക്കം ഉപേക്ഷിച്ച് പ്രതിപക്ഷം. 30 പേർക്ക് മാത്രം അനുമതി നൽകിയത് സ്വീകാര്യമല്ലെന്ന് ജയറാം രമേശ്. പാർലമെന്റിനകത്തും ബഹളം. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രത്യേക യോഗം നാളെ ചേരും. കർണാടക കോൺഗ്രസിൽ നാടകീയ രംഗങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ക്രമക്കേട് ആരോപണത്തിന് എതിരെ രംഗത്തെത്തിയ മന്ത്രി കെ എൻ രാജണ്ണയോട് രാജി ചോദിച്ചു വാങ്ങി ഹൈക്കമാൻഡ്. മന്ത്രിയെ നിലനിർത്താൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ശ്രമിച്ചെങ്കിലും വഴങ്ങാതെ നേതൃത്വം. രാജണ്ണ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. കോൺഗ്രസിന്റെ കാലത്ത് പുതുക്കിയ വോട്ടർ പട്ടികയെ തള്ളിപ്പറയുന്നത് ശരിയല്ലെന്ന രാജണ്ണയുടെ പരാമർശം ആയുധമാക്കി BJP. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ക്രമക്കേടെന്ന ആരോപണത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. താമസക്കാർ അറിയാതെ ഫ്ളാറ്റ് മേൽവിലാസത്തിൽ 6 കള്ളവോട്ടുകൾ ചേർത്തെന്ന ആരോപണവുമായി വീട്ടമ്മ. തന്റെ വിലാസത്തിൽ വോട്ട് ചേർത്ത 6 പേരെയും തനിക്കറിയില്ലെന്നും പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ താമസക്കാരി. സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് UDF-ഉം LDF-ഉം. കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ടർ പട്ടികയിൽ ഗുരുതര ക്രമക്കേടെന്ന് കോൺഗ്രസ്. ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ഓർഡിനൻസിൽ എതിർപ്പുമായി ഗവർണർ. ഒപ്പിടാതെ രാജ്ഭവൻ. സർക്കാർ നീക്കം താൽക്കാലിക VC നിയമനങ്ങൾക്ക് എതിരായ ഹർജികളെ സഹായിക്കാനെന്ന് ചാൻസലർ. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന ഗവർണറുടെ സർക്കുലറിന് എതിരെ പ്രതിഷേധം. ഭരണഘടനാ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വിഭജന ഭീതി ദിനം എന്നത് നെറികെട്ട നിർദ്ദേശമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഹൈക്കോടതിയിൽ ഉന്നയിക്കാൻ സാങ്കേതിക സർവകലാശാല VC. മുതലപ്പുഴയിൽ വീണ്ടും അപകടം. വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് അഞ്ചുതെങ്ങ് സ്വദേശികളായ മൈക്കിളും ജോസഫും. വാൽപ്പാറയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. 8 വയസ്സുകാരനെ കടിച്ചുകൊന്നു. ആക്രമണം വേവർലി എസ്റ്റേറ്റിൽ. ദാരുണമായി കൊല്ലപ്പെട്ടത് അസം സ്വദേശികളുടെ മകൻ നൂറിൻ ഇസ്ലാം. ഒഡീഷയിൽ വൈദികരെ ആക്രമിച്ച സംഭവത്തിൽ അക്രമി സംഘത്തെ നയിച്ച ജ്യോതിർമയി നന്ദയുടെ വാദങ്ങൾ തള്ളി ഫാദർ ലിജോ നിരപ്പേൽ. മർദ്ദിച്ചില്ലെന്ന വാദം തെറ്റ്. ക്രൂരമർദ്ദനമാണ് അക്രമികൾ നടത്തിയതെന്ന് ഫാദർ ലിജോ നിരപ്പേൽ 24-നോട്. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് സജി നന്ദ്യാട്ട്. തീരുമാനം സാന്ദ്ര തോമസിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സിനിമാ സംഘടനകളുമായി ഇടഞ്ഞു നിൽക്കെ ഫിലിം ചേംബർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നുവെങ്കിലും അതിനെതിരെ ഒരു വിഭാഗം പ്രവർത്തിച്ചുവെന്നും സജി നന്ദ്യാട്ട് 24-നോട്. ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് പാക് സൈനിക മേധാവി അസിം മുനീറിന് ഇന്ത്യയുടെ മറുപടി. സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പാക് സൈനിക മേധാവിയുടെ നിരുത്തരവാദപരമായ നിലപാട് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുമെന്നും പ്രതികരണം. അമേരിക്കൻ മണ്ണിൽ വെച്ച് അസിം മുനീർ നടത്തിയ പരാമർശം ഏറെ ദൗർഭാഗ്യകരമെന്നും കേന്ദ്രം. നുഴഞ്ഞുകയറ്റം തകർത്ത് BSF. അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം നുഴഞ്ഞുകയറ്റക്കാരെന്ന് BSF. അവർക്ക് നേരെ BSF വെടിയുതിർത്തു. പൊതുസ്ഥാപനങ്ങൾ രേഖകളില്ലാതെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കി റവന്യൂ വകുപ്പ്. പതിച്ചു നൽകുന്നത് ആരാധനാലയങ്ങൾ, ശ്മശാനങ്ങൾ, കലാസാംസ്കാരിക സംഘടനകൾ, ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൈവശ ഭൂമി. ആരാധനാലയങ്ങളും ശ്മശാനങ്ങളും ഇപ്പോഴും പ്രവർത്തിക്കുന്നവയാകണമെന്നാണ് പ്രധാന വ്യവസ്ഥ. ഓൺലൈൻ മദ്യവിൽപ്പനയിൽ ബെഫ്കോ MD ഹർഷിത അട്ടല്ലൂരിയുടെ നിലപാട് തള്ളി എക്സൈസ് മന്ത്രി MP രാജേഷ്. ഓൺലൈൻ മദ്യവിൽപ്പന സർക്കാർ ആലോചിച്ചിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥയും സർക്കാരിന് മുകളിലല്ലെന്നും മന്ത്രി നിലപാട് വ്യക്തമാക്കി. ശുപാർശ സർക്കാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ബെഫ്കോ MD പ്രതികരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി വിവാദത്തിൽ വൈകാരിക പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് ഹസൻ. വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി തന്നെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ചിലർ ശ്രമിച്ചെന്ന് സഹപ്രവർത്തകർക്ക് അയച്ച സന്ദേശത്തിൽ ഡോക്ടർ ഹാരിസ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ താറടിക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി.
കോഴിക്കോട് വടകരയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ കരിങ്കൊടി പ്രതിഷേധം. 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് റമീസ് അറസ്റ്റിൽ. ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെ ചുമത്തി. മതം മാറാൻ റമീസ് നിർബന്ധിച്ചെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പരാമർശം. മകൾ ഭീഷണിയും ക്രൂരമർദ്ദനവും നേരിട്ടെന്ന് യുവതിയുടെ അമ്മ. റമീസ് മർദ്ദിച്ചെന്ന് യുവതിയുടെ കൂട്ടുകാരി ജോൺസി. ഡൽഹിയിലെ തെരുവുനായ ശല്യത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. എല്ലാ തെരുവുനായ്ക്കളെയും ഉടൻ ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ ഉത്തരവ്. ABC ചട്ടങ്ങളുടെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടുന്ന ഉത്തരവെന്ന് കേരളം. കാസർഗോഡ് മഞ്ചേശ്വരത്തും കോഴിക്കോട് വളയത്തും തെരുവുനായയുടെ ആക്രമണം. സംസ്ഥാനത്ത് 2 ദിവസങ്ങളിലായി നടന്ന തെരുവുനായ ആക്രമണത്തിൽ 21 പേർക്ക് പരിക്ക്. ആലപ്പുഴയിലെ ബിന്ദു തിരോധാന കേസ് അട്ടിമറിച്ചത് പോലീസിലെ ഉന്നതരെന്ന് പരാതി. ക്രൈംബ്രാഞ്ച് ADGPക്ക് പരാതി നൽകി ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ. സി സദാനന്ദൻ MP-യുടെ കാല് വെട്ടിയ കേസിൽ കീഴടങ്ങിയ പ്രതികളെ പിന്തുണച്ചും MP-യെ വെല്ലുവിളിച്ചും MV ജയരാജൻ. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കി MP-ആയി വിലസാമെന്ന് ആരും കരുതേണ്ട. ആരെങ്കിലും അങ്ങനെ കരുതിയാൽ അത് മനസ്സിൽ വച്ചാൽ മതി. നീതിക്ക് വേണ്ടി ജയിലിൽ പോകാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മടിയില്ലെന്നും MV ജയരാജൻ. MSF-നെതിരെ പരാതിയുമായി KSU. MSF മുന്നണി മര്യാദകൾ പാലിക്കുന്നില്ല. ഏകാധിപത്യപരമായ പ്രവർത്തനങ്ങളാണ് MSF നടത്തുന്നതെന്നും KSU-വിന്റെ പരാതി. മലപ്പുറം തിരൂരിൽ വീട് കത്തിനശിച്ച സംഭവത്തിൽ വീട്ടുടമസ്ഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൂക്കിലപ്പിടിക സ്വദേശി അബൂബക്കർ സിദ്ദീഖിനെയാണ് തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീട്ടിൽ അനധികൃതമായി പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്നതായും കണ്ടെത്തൽ. കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങൾ പുതിയ അഭിഭാഷകനൊപ്പം സന്ദർശിക്കണമെന്ന കൂടത്തായി കേസിലെ പ്രതി ജോളിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. നേരത്തെ വിചാരണ കോടതിയും സമാന നിലപാട് സ്വീകരിച്ചിരുന്നു. മെസ്സിയുടെ കേരള സന്ദർശന വിഷയത്തിൽ കായിക വകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. കേരളത്തെ വഞ്ചിച്ചുവെന്നാരോപിച്ച് മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. മലപ്പുറം കുറ്റിപ്പുറത്ത് മന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി. മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി കുറ്റിപ്പുറം KMCT ലോ കോളേജ് വിദ്യാർത്ഥികളും. LDF-ൽ CPI 2ാം സ്ഥാനത്ത് തന്നെയെന്ന് കോട്ടയം ജില്ലാ സെക്രട്ടറി VK സന്തോഷ് കുമാർ. CPI ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെതിരെ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന. LDF രൂപീകരിച്ചത് CPI ആണെന്നും ഓരോ പാർട്ടിക്കും അവരുടെ ശക്തിയെക്കുറിച്ച് ബോധ്യമുണ്ടെന്നും ജില്ലാ സെക്രട്ടറി 24-നോട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെട്ട് കേരളം. സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് അടിയന്തരമായി നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യം. ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിന് മുന്നിലെ അപകടത്തിൽ വാഹനമോടിച്ച വിഷ്ണുനാഥിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്കാണ് സസ്പെൻഷൻ. ഡ്രൈവിംഗ് പരിശീലനം നൽകിയ ബന്ധു ജയന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു. തൃശൂർ സ്വദേശിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കവർച്ച നടത്തിയ കേസിൽ പിടിയിലായ പ്രതി സ്ഥിരം കുറ്റവാളി. പൻവേൽ, മുംബൈ, താനെ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. ഗാസിയാബാദ് സ്വദേശി മുഹമ്മദ് സെയ്ഫ് അസ്ഖർ അലി പിടിയിലായത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന്. ദേശീയപാത നിർമ്മാണ വീഴ്ചകളിൽ CAG അന്വേഷണം വേണമെന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. റിപ്പോർട്ട് നാളെ പാർലമെന്റിൽ സമർപ്പിക്കും. മലപ്പുറത്ത് ദേശീയപാതയിലെ കുഴികൾ അടക്കാത്തതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് MC റോഡിൽ വൻ ഗർത്തം. സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. പീഡനക്കേസിൽ റാപ്പർ വേടനായി ലുക്കൌട്ട് സർക്യുലർ. അന്വേഷണ സംഘത്തിന്റെ നടപടി. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ്. എറണാകുളത്ത് ട്രെയിൻ യാത്രക്കാരനെ മർദ്ദിച്ച് മോഷണം നടത്തിയ 6 പേർ അറസ്റ്റിൽ. ആലുവ പാലത്തിന് സമീപം ട്രെയിൻ വേഗം കുറച്ചപ്പോഴാണ് വടികൊണ്ടടിച്ച് മൊബൈലും പണവും കവർന്നത്. കൊല്ലം തേവലക്കര പഞ്ചായത്തിൽ മന്ത്രി MB രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല. ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ 24-നോട്. നേതാക്കളുടെ പിടിവാശിയിൽ വഴിമുട്ടി KPCC പുനഃസംഘടന.
ഇഷ്ടക്കാരെ മാറ്റാൻ അനുവദിക്കില്ലെന്ന് മുതിർന്ന നേതാക്കൾ. എറണാകുളം DCC അധ്യക്ഷനെ പിന്തുണച്ച് VD സതീശനും കണ്ണൂർ DCC അധ്യക്ഷനെ മാറ്റരുതെന്ന് K സുധാകരനും. തൃശൂർ ഒഴികെ എല്ലാ ജില്ലകളിലെയും DCC പ്രസിഡന്റുമാർ മാറട്ടെ എന്ന നിലപാടിൽ ഹൈക്കമാൻഡ്. 100 ന്യൂസിലേക്ക് തിരികെ ഇനി കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ നോക്കാം. കൊല്ലത്ത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് യുവാവിന് ദാരുണാന്ത്യം. ഇളമാട് അമ്പലമുക്ക് കുഴിവിള വീട്ടിൽ അനീഷാണ് മരിച്ചത്. ആയൂർ അകമണ്ണിലായിരുന്നു സംഭവം. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് പൂവത്തൂർ സ്വദേശി നളിനി. പത്തനംതിട്ട കൂടലിൽ യുവാവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലപ്പെട്ടത് 40-കാരനായ രാജൻ. അയൽവാസി അനിൽ ഒളിവിലെന്ന് പോലീസ്. ആലുവയിൽ റോഡരികിൽ കിടന്ന ആളുടെ ബാഗ് മോഷ്ടിച്ചു. പറവൂർ സ്വദേശി കൃഷ്ണകുമാറിന്റെ പണമടങ്ങിയ ബാഗാണ് സ്കൂട്ടറിലെത്തിയ സംഘം മോഷ്ടിച്ചത്. പാലക്കാട് കണ്ണന്നൂർ പുതുക്കോട് ബൈക്ക് യാത്രികരായ അമ്മയ്ക്കും മകനും മദ്യപ സംഘത്തിന്റെ മർദ്ദനം. സംഭവത്തിൽ കൊലപാതക കേസിലെ പ്രതിയടക്കം 3 പേർ കസ്റ്റഡിയിൽ. വീട്ടമ്മയ്ക്ക് മുഖത്തും പല്ലിലും ഗുരുതരമായി പരിക്കേറ്റു. തൃപ്പൂണിത്തുറ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സംഘാടക സമിതി രൂപീകരിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് ലക്ഷ്യമിടുന്നത്. സംഘാടക സമിതി രൂപീകരണം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ D ജയനാണ് സംഘാടക സമിതിയുടെ കൺവീനർ. തൃശൂർ ചാവക്കാട് കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS ഓഫീസർ മിനി സതീഷിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുനക്കൽ തീരദേശ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഇൻസ്പെക്ടർ ഹർഷാദ് TP ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ലഹരിക്കടിമയായ യുവാവ് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചു. മർദ്ദനമേറ്റത് കൊയിലാണ്ടി സ്വദേശി ഹംസയ്ക്ക്. ഡോക്ടർ ടോമി ജോസഫ് പുത്തനങ്ങാടി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം എളംകുളം ലിറ്റിൽ ഫ്ലോർ ചർച്ച് സെമിത്തേരിയിൽ നടന്നു. കോഴിക്കോട് തൊട്ടിൽ പാലത്ത് പുള്ളിമാനെ കുളത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തി. മാനിന്റെ ജഡം കണ്ടെത്തിയത് കൃഷിയിടത്തിലെ കുളത്തിൽ. കോട്ടയം കിടങ്ങൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് ഇടുക്കി ബൈസൺ വാലി സ്വദേശി സാജി സെബാസ്റ്റ്യൻ. കോഴിക്കോട് കുന്നമംഗലം പടനിലത്ത് ശുചിമുറി മാലിന്യം തള്ളിയ കേസിൽ 4 പേർ കസ്റ്റഡിയിൽ. പോലീസ് പ്രതികളെ പിടികൂടിയത് വാഹനം പിന്തുടർന്നു. സ്മാർട്ട് സ്പെല്ലിംഗ് ബി സംസ്ഥാനതല മത്സരത്തിൽ 1ാം സ്ഥാനം ധ്യാൻ V പരമേശ്വരന്. തൃക്കക്കര സെയിന്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം HSSലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ധ്യാൻ. 140 വാക്കുകളുടെ സ്പെല്ലിംഗ് തെറ്റാതെ പറഞ്ഞാണ് നേട്ടം. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ S വിജയകുമാറിന്റെയും കാർത്തിക ജയശ്രീയുടെയും മകനാണ്. 144 വിദ്യാർത്ഥികളെ പിന്തള്ളിയാണ് ധ്യാനിന്റെ നേട്ടം. കൊല്ലം പുനലൂർ കുന്നിക്കോട് വിളക്കുടിക്ക് സമീപം ടിപ്പർ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കുന്നിക്കോട് കാവൽപുര സ്വദേശി അഖിൽ. ക്വീർ മലബാറീസ്, സേഫ് സ്പേസ് എന്നിവയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പാലക്കാടുമായി സഹകരിച്ച് ക്വീർ ഹെൽത്ത് കണക്ട് പാലക്കാട് ചാപ്റ്റർ സംഘടിപ്പിച്ചു. ഇന്നലെ പാലക്കാട് IMA ഹാളിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പാലക്കാട് സ്വകാര്യ ബസ്സിടിച്ച് 13-കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പാലക്കാട് സ്വദേശി ആരതി. പിതൃ സഹോദരിക്കൊപ്പം ബൈക്കിൽ വരികയായിരുന്നവരെ ബസ് ഇടിക്കുകയായിരുന്നു. തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് വളർത്തുനായെ കമ്പി കൊണ്ട് അടിച്ചുകൊന്നു. സംഭവത്തിൽ പോത്തൻകോട് സ്വദേശികളായ യാസീൻ, മുഹമ്മദ് ദാരിഫ് എന്നിവർ പിടിയിലായി. കണ്ണൂരിൽ ജയിലിൽ നിന്നിറങ്ങി നാട്ടിൽ പോകാൻ ബൈക്ക് മോഷ്ടിച്ചയാൾ പിടിയിൽ. തൃശൂർ സ്വദേശി സോഡാ ബാബു എന്ന ബാബുരാജാണ് പിടിയിലായത്. കണ്ണൂർ SN പാർക്ക് പരിസരത്ത് നിന്നാണ് ബൈക്ക് മോഷ്ടിച്ചത്. പ്രധാന അറിയിപ്പുകൾ നോക്കാം. കൊല്ലം മനയിൽ കുളങ്ങര സർക്കാർ വനിതാ ITL സീറ്റുകളിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 19-ന്. ഹരിപ്പാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് വിഷയത്തിലേക്ക് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 22-ന്. കോട്ടയം കുലശേഖരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 19-ന്. കോട്ടയം നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒഴിവ് ഡിപ്ലോമ കോഴ്സുകളിലേക്ക്. പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഒഴിവ്. സ്പോട്ട് അഡ്മിഷൻ നാളെ.
ആലുവ UC കോളേജിൽ ഫിസിക്സ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 13-ന്. മട്ടാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവ് ഹിന്ദി വിഷയത്തിലേക്കാണ്. അഭിമുഖം ഈ മാസം 25-ന്. തൃശൂർ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈബ്രറിയൻ ഒഴിവ്. അഭിമുഖം നാളെ. ദേശീയ വാർത്ത. മഹാരാഷ്ട്രയിൽ വാഹനാപകടത്തിൽ മരിച്ച ഭാര്യയുടെ മൃതദേഹം ബൈക്കിൽ കെട്ടിവെച്ചു കൊണ്ടുപോയി ഭർത്താവ്. സംഭവം ആരും സഹായിക്കാൻ വരാത്തതിനെ തുടർന്ന് അപകടം ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ ട്രക്കിടിച്ചു. കർണാടക ധർമ്മസ്ഥലയിലെ അന്വേഷണത്തിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്ത്. ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനുള്ള നീക്കമെന്നാരോപിച്ച് മണ്ഡ്യ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. അറബിക്കടലിൽ നാവികാഭ്യാസത്തിന് ഇന്ത്യൻ നേവി. ഗുജറാത്തിലെ പോർബന്ദർ, ഓഖ തീരങ്ങളിൽ സൈനികാഭ്യാസം നടത്തും. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ മാതാവിനെ പോലീസ് മർദ്ദിച്ചുവെന്ന് പരാതി. നബന്ന അഭിയാൻ റാലിക്കിടെ വനിതാ പോലീസ് മർദ്ദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് പരാതി നൽകി. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ദുരിതബാധിത മേഖലകളിൽ ടെലിഫോൺ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചുവെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. പുനെയിൽ പിക്കപ്പ് വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. 7 പേർക്ക് ദാരുണാന്ത്യം. സ്ത്രീകളും കുട്ടികളുമായി കുന്ദേശ്വർ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡൽഹി വാഷിംഗ്ടൺ എയർ ഇന്ത്യ സർവീസുകൾ നിർത്തിവെക്കുക അടുത്ത മാസം 1 മുതൽ. നടപടി കാര്യക്ഷമതയെയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി. ഡൽഹിയിലെ തെരുവുനായ ശല്യത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. ഡൽഹിയിലെ എല്ലാ തെരുവുനായ്ക്കളെയും ഉടൻ ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ ഉത്തരവ്. രാജ്യാന്തര വാർത്ത. ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അൽ ജസീറയുടെ 5 മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ട അനസ് അൽ ഷരീഫ് ഹമാസിന്റെ നേതാവെന്ന് ഇസ്രയേൽ. മെക്സിക്കോയിൽ ഭൂചലനം. 5.65 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായത് വഹാക്ക തീരത്ത്. പടിഞ്ഞാറൻ തുർക്കിയിൽ ഭൂചലനത്തിൽ 1 മരണം. 6.1 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനത്തിൽ 16 കെട്ടിടങ്ങൾ തകർന്നു. കൊളംബിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നടന്ന വെടിവെപ്പിൽ പരിക്കേറ്റ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മിഗ്വൽ ഉറീബെ കൊല്ലപ്പെട്ടു. ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെടിവെപ്പുണ്ടായത് ജൂൺ 7-ന്. റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ. ആക്രമണം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നതിനിടെ. ചൈനയിൽ തൊഴിൽ രഹിതരായ യുവാക്കൾ തൊഴിലുള്ളതായി അഭിനയിക്കുന്നതായി റിപ്പോർട്ടുകൾ. തൊഴിൽ ഇല്ലാതിരുന്നതിനേക്കാൾ നല്ലത് കമ്പനികൾക്ക് അങ്ങോട്ട് പണം നൽകി അവരുടെ തൊഴിലാളികളായി അഭിനയിക്കുന്നതാണെന്ന് കരുതുകയാണ് ചൈനയിലെ യുവാക്കൾ. തെക്കൻ സിറിയയിലെ സ്വീദ നഗരത്തിലെ ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ആക്രമണം നടത്തിയത് സൈനിക വേഷത്തിൽ എത്തിയവർ. ആക്രമണത്തിന് 1 മെഡിക്കൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. ജപ്പാനിൽ കനത്ത മഴയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. നിരവധി പേരെ കാണാതായി. ദക്ഷിണ കൊറിയയിൽ സൈന്യത്തിൽ ചേരുന്നവരുടെ എണ്ണത്തിൽ കുറവ്. 20% കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതിന് കാരണം രാജ്യത്തെ ജനനിരക്കിലുണ്ടാകുന്ന കുറവ്. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഓസ്ട്രേലിയ. വരുന്ന സെപ്റ്റംബറിൽ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതായി പ്രഖ്യാപിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രസിഡന്റ് ആന്റണി ആൽബനീസ് അറിയിച്ചു. ന്യൂസിലേക്ക് വീണ്ടും ഇനി ബിസിനസ് ന്യൂസ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. 8 പൈസ കുറഞ്ഞു. വിദേശ നിക്ഷേപത്തിൽ വൻ വർധന. സെൻസെക്സ് 746 പോയിന്റ് കുതിച്ചുയർന്നു. കലാസാംസ്കാരിക സിനിമാ വാർത്ത. മാധവ് സുരേഷ് നായകനായി എത്തുന്ന ചിത്രം കുമ്മാട്ടിക്കളി യൂട്യൂബിൽ കാണാം. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ചിത്രം റിലീസ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ വൈറലായി ശാലിനിയുടെയും അജിത്തിന്റെയും ചിത്രം ഏറ്റെടുത്ത് ആരാധകർ. കൂലി ചിത്രത്തിലെ ഓഡിയോ ലോഞ്ചിനിടെ സൗബിന്റെ അഭിനയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രജനീകാന്ത്. സൗബിന്റെ അഭിനയം കണ്ട് ഞെട്ടിയെന്ന് രജനീകാന്ത്.
പവൻ കല്യാൺ ചിത്രം ഹരിഹര വീര മല്ലുവിന്റെ OTT റിലീസ് നീട്ടി. ഈ മാസം 15-ന് OTTയിൽ റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തി എന്ന തരത്തിൽ ചിത്രം പ്രചരിക്കുന്നു. ഫ്രാൻസിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതായാണ് തെറ്റായ തലക്കെട്ടിൽ വാർത്ത പ്രചരിക്കുന്നത്. നാളെ അറിയാം. കോട്ടയം ഹോമിയോ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും ഫാർമസിസ്റ്റ് ഒഴിവ്. അഭിമുഖം നാളെ. പ്രായപരിധി 40 വയസ്സിൽ താഴെ. തിരുവല്ല മഞ്ഞാടി ഡക്ക് ഹാച്ചറി പരിശീലന കേന്ദ്രത്തിൽ ടർക്കിക്കോഴി വളർത്തൽ വിഷയത്തിൽ പരിശീലന പരിപാടി നാളെ. കോട്ടയം ജില്ലയിലെ ആയുഷ് സ്ഥാപനങ്ങളിൽ ലാബ് ടെക്നീഷ്യനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി നാളെ. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ MCA കോഴ്സിലേക്ക് സീറ്റ് ഒഴിവ്. അഡ്മിഷൻ നടക്കുക നാളെ. ഇപ്പോൾ കിട്ടിയത്. മിസോറാമിൽ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയുന്നതിനായി വ്യാപക പരിശോധന. വിവിധ ഓപ്പറേഷനുകളിലായി 302 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്ത് പോലീസ്. ഉത്തരാഖണ്ഡിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കേദാർനാഥ് യാത്ര 3 ദിവസത്തേക്ക് നിർത്തിവച്ചു. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 229ആയി. 1988 കോടിയുടെ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകൾ. 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.